ഇന്നിപ്പോൾ പൂക്കോട്ടെ ആ കുട്ടികൾ ഇത്ര നാൾ മിണ്ടി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. മിണ്ടുന്നത് ഈ പറയുന്ന SFI ന്യായീകരിക്കാണ്. ഒന്ന് കേട്ടു നോക്കാവോ? അത് ഇവർ ചെയ്തത് ന്യായീകരിക്കുന്നില്ല, തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നല്ല, ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു മർദ്ദനം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഇത് ഏതോ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ 24 ന്യൂസിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒരു സീനിയർ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചത് ഞങ്ങൾ ഇവിടുത്തെ SFIക്കാർ കൊലപ്പെടുത്തി എന്ന്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ റിപ്പോർട്ടുള്ളതാണ്. അല്ലല്ല, നിങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾ മാധ്യമക്കാർ എന്നെ അടിച്ചിറക്കുവാണ്. ഇവിടെ ഇതേപോലെ രാഷ്ട്രീയ കൊലപാതകവും ഇങ്ങനെ ആക്രമണവും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. നിങ്ങൾ അടിച്ചിറക്കുന്നത് മാത്രമല്ല, ഇവിടെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ശ്രീ അബിൻ വർക്കി, ഇത് SFI ന്യായീകരിക്കാൻ പറയുന്നതാണെങ്കിലും ഈ ബൈറ്റിന് തുടർച്ചയിൽ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിന് മുന്നിൽ നിന്ന ആളെ, ഇതിനും ഇതുപോലെ സംഭവം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ആളാണ് ആരാണ് സിദ്ധാർത്ഥൻ എന്നതൊരു പയ്യൻ പറയുന്നുണ്ട്. വേറൊരു പയ്യൻ പറഞ്ഞു, നേരത്തെ ഈ പയ്യൻ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതിന് തുടർച്ചയിൽ പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്ന വാഹനാപകടങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നു. SFI ന്യായം അവിടെ നിൽക്കട്ടെ, അവിടെ മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഏതൊക്കെ ഉണ്ടായി, എത്രയൊക്കെ ഉണ്ടായി, ഇതുപോലെ കൊലപാതകത്തിലേക്ക് എത്താത്ത വിചാരണകൾ എത്രയുണ്ടായി, എത്ര മർദ്ദനങ്ങൾ അവിടെ ഉണ്ടായി, എന്തിനാണ് ക്യാമ്പസിൽ ബൈക്ക് ആക്സിഡന്റുകൾ ഉണ്ടാകുന്നത്, എന്താണ് അതിൻ്റെ പിന്നിൽ റാഗിങ് കാരണമാണോ തുടങ്ങിയ വിശദാന്വേഷണം വേണ്ടേ ഈ കുട്ടികളുടെ ഈ സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ? അബിൻ വർക്കി. തീർച്ചയായിട്ടും. ഇപ്പോൾ ഹാഷ്മി, ഇപ്പോൾ പ്രിയപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ പിതാവ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഞാനും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും ബഹുമാനപ്പെട്ട AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ പോവുകയുണ്ടായി. അച്ഛനെയും അമ്മയും കണ്ടു. അപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറയുന്നത്, അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ ക്യാമ്പസിൽ നെടുമങ്ങാട് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു വിദ്യാർത്ഥി ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടുവെന്ന് വീട്ടിൽ വിവരം കിട്ടിയതിനെ തുടർന്ന് പിതാവ് കോളേജിലേക്ക് പോയി. അവിടെ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. എങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചെന്നോ എന്താണ് സംഭവിച്ചെന്നോ മറ്റ് ആക്സിഡൻറ്റ് നടത്തിയതിനെ സംബന്ധിച്ചോ ഒന്നും വിവരം കിട്ടിയില്ല. ആ കുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്തു ഈ വാർത്ത കേട്ടിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് അവിടെ സംഭവം ഉണ്ടായിട്ടില്ല എന്നങ്ങ് SFIക്കാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് ആ SFIക്കാർക്ക് എന്താ പറയാനുള്ളത്? 18 മുറിവുകളെ സ്പെസിഫൈ ചെയ്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. അതിൽ ഹാഷ്മി ഇവിടെ സൂചിപ്പിച്ചു, അതായത് ഈ മരണത്തിന് മുമ്പുണ്ടായ മുറിവുകൾ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തുകൊണ്ട് 18 മുറിവുകളിൽ എന്തൊക്കെയാണ്? വലിയ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് അടിച്ച് അതിൽ പാടുണ്ടായതിൻ്റെ മുറിവുകളുടെ വിവരങ്ങളുണ്ട്. തലയുടെ പിറകിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു മുറിവിൻ്റെ വിവരമുണ്ട്. അതുപോലെ തന്നെ 3 ദിവസമായി ഭക്ഷണം കഴിക്കാത്തത് മൂലം തവിട്ട് നിറത്തിലുള്ള ദ്രാവകം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിൻ്റെ വിവരങ്ങളുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് മാത്രമാണ് ഹാഷ്മി നമ്മൾ ഈ പുറം ലോകം ഈ വാർത്ത അറിഞ്ഞത്. ഹാഷ്മി മനസ്സിലാക്കണം, ഈ ക്യാമ്പസിനെ കുറിച്ച് മനസ്സിലാക്കണം. 110 ഏക്കറുള്ള ഒരു ക്യാമ്പസ് സമ്പൂർണ്ണമായി SFIയുടെ ആധിപത്യത്തിലാണ്. ഇപ്പോൾ SFIക്കാരൻ ഈ ചാനലുകളിലും പൊതു ഇടങ്ങളിലൊക്കെ വന്ന് ഞങ്ങൾ വല്ല സാഹോദര്യമുള്ള ജനാധിപത്യമുള്ള സോഷ്യലിസ്റ്റ് ക്യാമ്പസുകളാണ് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഹാഷ്മിക്കും ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് നമുക്കൊക്കെ അറിയാം SFI ആധിപത്യമുള്ള ക്യാമ്പസുകളിൽ എന്താണ് നടക്കുന്നത്. ഇടനെഞ്ചിലാണ് SFI എന്ന് പറയുന്ന SFIക്കാരൻ്റെ ഇടനെഞ്ച് നോക്കി കുത്തിയ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിൽ നിന്നായിരിക്കും നമ്മളൊക്കെ പലരും ഈ ചർച്ചകൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ. മഹാരാജാസ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തിയപ്പോൾ കണ്ടെത്തിയ സാധന സാമഗ്രികളെക്കുറിച്ച് ഞാനും നിങ്ങൾ പലതവണ ചർച്ച ചെയ്തതാണ്. അതുമാത്രമല്ല, ഇവിടെ പ്രിൻസിപ്പളുടെ കസേര കത്തിച്ചതും കുഴിമാടം ഉണ്ടാക്കിയതും ഒക്കെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോൾ SFI ഈ വിഷയത്തിൽ, ഇപ്പോൾ ഞാൻ ഹാഷ്മി ആദ്യം തൊട്ട് പറയാം, ആദ്യമേ SFI എടുത്ത നിലപാടെന്താ? ആത്മഹത്യയായിരുന്നു. ആദ്യം എന്നോടും ഹാഷ്മിയോടും ഈ ലോകത്തോടും SFI പറഞ്ഞത് ആത്മഹത്യയായിരുന്നു. പക്ഷേ ആത്മഹത്യ അല്ല എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വെളിവായി വന്നപ്പോൾ നേരെ SFI അഭിപ്രായം മാറ്റി. എന്തു പറഞ്ഞു? നേരെ SFIയുടെ സംസ്ഥാന നേതാക്കന്മാർ ഈ വിദ്യാർത്ഥിയുടെ വീട്ടിൽ ചെന്നു. വിദ്യാർത്ഥിയുടെ വീട്ടുകാർക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അവർ പറയുന്നത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതും SFI ആണ് കുറ്റക്കാരെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പ്ലേറ്റ് മാറ്റി അവിടുത്തെ ലോക്കൽ പാർട്ടിക്കാരെ കൊണ്ടൊരു ഫ്ലെക്സ് വയ്ക്കുന്നു. SFI വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിലെ പ്രതികളെ
പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലെക്സ് വെച്ചു. ആ ഫ്ലെക്സും ഏൽക്കാതെ വന്നപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ ബന്ധുക്കളടക്കം പിതാവ് അടക്കം ആ ഫ്ലെക്സിനെ തള്ളി പറഞ്ഞപ്പോൾ അതും വിട്ടു. അപ്പോഴാണ് പുതിയ തിരക്കഥ കൊണ്ടുവരുന്നത്. ആ തിരക്കഥയാണ് ആദ്യം ഹാഷ്മിയോടെ പറഞ്ഞത്. എന്താണ്? 18-ാം തീയതി ഞായറാഴ്ച ഈ ലോകത്ത് ഒരു ഓഫീസും തുറന്നു വെക്കാത്ത ദിവസത്തിൽ 18-ാം തീയതി 12:30-ക്കാണ് ഈ സംഭവം നടക്കുന്നത്. 12:50-നാണ് FIR ഈ ഹോസ്പിറ്റൽ റിപ്പോർട്ട് പ്രകാരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അതിൽ തന്നെ ദുരൂഹത ഞാൻ പറഞ്ഞു തരാം. ഈ സൈബർ ഹാൻഡിലുകൾ ഇടത് സൈബർ ഹാൻഡിലുകൾ പറയുന്നത് പോലെ എന്താണ് മരണത്തിന് കാരണം ഈ പരാതിയാണെന്ന് വരുത്തി തീർക്കാൻ പരാതി ഞായറാഴ്ച ഉണ്ടാക്കിയത് മനസ്സിലാക്കാം. ചേടാ പരാതി മുന്നോട്ട് പോവാണ്. സിദ്ധാർത്ഥ മരിച്ചതിന് ശേഷം ആ പരാതിയിൽ 26/2/2026 ഒപ്പിച്ചിരിക്കുകയാണ് ഒരു അധ്യാപിക. അപ്പൊ ആ പരാതി ഉണ്ടാക്കിയവരാണോ കുറ്റക്കാർ, അതോ അതിന് തുല്യം ചാർത്തി 2026 ഏതോ വർഷത്തിൽ ഒപ്പിട്ട് കൊടുത്ത ടീച്ചറാണോ കുറ്റക്കാരി അല്ലെ കുറ്റക്കാർ? ഞാനത് തന്നെയാണ് ഹാഷ്മി. എനിക്കൊരു 2 മിനിറ്റ് തരണം, ഞാൻ അതിൻ്റെ കാര്യം പറയാം. അതായത് ഈ 18-ാം തീയതി ഉച്ചയ്ക്ക് 12:30 മണിക്കാണ് ഇത് സംഭവിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഹാഷ്മിയുടെ കയ്യിൽ FIR റിപ്പോർട്ടുണ്ട്. സ്റ്റേഷനിൽ വിവരം ലഭിച്ച സമയം എന്ന് പറഞ്ഞൊരു സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയം ഒന്ന് നോക്കണം, വൈകുന്നേരം 5:30 മണി. അപ്പോൾ ഉച്ചയ്ക്ക് 12:30-ക്ക് ഉണ്ടായ സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിക്കാൻ 5 മണിക്കൂർ വൈകിയതിൻ്റെ കാരണക്കാരാരാണ്? ഒന്നാമത്തെ ചോദ്യം. ഇനി 2, 12:50-നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു എന്ന് പറയുന്നത്. അതായത് ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരാളെ അതഴിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു എന്ന് പറഞ്ഞാൽ മരണം ഉറപ്പായതിനു ശേഷവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അത് മരണവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഹാഷ്മി പറഞ്ഞത്. 18-ാം തീയതി ഉച്ച തിരിഞ്ഞുണ്ടാക്കിയ ഒരു കംപ്ലൈൻറ്റ്. ആ കംപ്ലൈൻറ്റിൻ്റെ പുറത്ത് 19-ാം തീയതി അതോറിറ്റിയിൽ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. അത് എന്തിനാണെന്നറിയോ? 18-ാം തീയതി ഈ വിദ്യാർത്ഥി മരണപ്പെടുന്നതിന് മുമ്പുണ്ടാക്കിയ കംപ്ലൈൻ്റ് ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. ഞായറാഴ്ച 18-ാം തീയതി കംപ്ലൈൻറ്റ് വന്നു എന്ന് പറഞ്ഞ് 19-ാം തീയതി അതോറിറ്റിക്ക് പാസ് ചെയ്തെന്ന് പറഞ്ഞ് 20-ാം തീയതി ഇന്റേണൽ കമ്മിറ്റിക്ക് പാസ് ചെയ്തെന്ന് പറഞ്ഞ് 26-ാം തീയതി ആ കംപ്ലൈൻറ്റിന് മേലെ ഒപ്പിടുന്നു. ഞാൻ സത്യത്തിൽ ഹാഷ്മി നമ്മുടെ വിദ്യാർത്ഥികൾ ഞാൻ ഇന്നൊരു കണക്ക് വായിച്ചു. 4500 കോടി രൂപയാണ് കഴിഞ്ഞ ഒരു കൊല്ലം വിദേശ സർവകലാശാലകളിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വിദ്യാർത്ഥികൾ പോകാൻ വേണ്ടി ലോൺ എടുത്തത്. എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ പോകുന്നു? അതിൻ്റെ ഉത്തരം ഇതാണ്. ഈ അധ്യാപകർ എന്ന് പറയുന്ന ഈ നികൃഷ്ട ജീവികളുണ്ടല്ലോ, ചില അധ്യാപകർ, ഞാൻ എല്ലാവരും പറയുന്നതല്ലേ, എന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്, ഹാഷ്മിയെ പഠിച്ച അധ്യാപകരുണ്ട്, നല്ല അധ്യാപകരുണ്ട്. പക്ഷെ ഈ ഒപ്പിടാൻ വേണ്ടി മനസ്സ് കാണിച്ച അതുപോലെ ദുഷിച്ച മനസ്സുള്ള അധമമായ അധ്യാപകരുണ്ടല്ലോ, ആ അധ്യാപകരെ നമ്മൾ എന്തു പറയണം? കാരണം ഒരു വിദ്യാർത്ഥി, പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ട് 16-ാം തീയതിയും 17-ാം തീയതിയും ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ട് ആ കോളേജിലെ ഡീന് തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല. ഹാഷ്മിക്ക് അറിയോ? ആ കോളേജിൽ 9 ഹോസ്റ്റലുകളാണുള്ളത്. ആ 9 ഹോസ്റ്റലുകളിൽ ഒരെണ്ണം SFIയുടെ ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുന്നത്. SFIയുടെ വിദ്യാർത്ഥികൾക്കും നേതാക്കന്മാർക്കും കിടന്നുറങ്ങാനുള്ള സ്ഥലമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. യൂണിയൻ ഓഫീസുകളിൽ മുഴുവൻ SFIയുടെ ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള ഭൂരിഭാഗം വിദ്യാർത്ഥികളെയും അടിമപ്പെടുത്തി കീഴ്പ്പെടുത്തി SFIക്കാരാക്കിയാണ് വെച്ചിരിക്കുന്നത്. ആ കോളേജിലെ അധ്യാപകർ SFIയുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നു. ആ കോളേജിലെ അധ്യാപകർ 16-ാം തീയതിയും 17-ാം തീയതിയും നടന്ന അക്രമം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റലിൽ നിന്ന് 50 മീറ്റർ മാത്രം അകലെയാണ് ഈ ഡീൻ ഇരിക്കുന്ന സ്ഥലം. ആ ഡീനിന്റെ പേരൊന്നും പറഞ്ഞ് ഞാനത് കൂടുതൽ പറയുന്നില്ല. പക്ഷെ മനസ്സിലാക്കണം, ഈ ഡീനും ആ അധ്യാപകരും പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, ആ കൊലയ്ക്ക് കൂട്ടുനിന്നു, ആ കൊലച്ചോറുണ്ണാൻ വേണ്ടി കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ ഇത്രമേൽ അധമ മനസ്സുള്ള ഈ അധ്യാപക